റജി പ്രതീക്ഷിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സർക്കാർ എടുക്കുമെന്നാണ്. അത് സർക്കാരിന് മേലും സർക്കാർ നയിക്കുന്ന പാർട്ടിയുടെ മേലുള്ള റജി ലൂക്കോസിന്റെ വിശ്വാസമാണ്. പക്ഷേ എന്നെ പോലുള്ള സാധാരണ പൗരന്മാർക്ക് അത് അങ്ങനെ വിശ്വാസം വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? 2018 വാരാപ്പുഴയിൽ ഒരു യുവാവിനെ പോലീസ് ഉരുട്ടിക്കൊന്നു, മർദ്ദിച്ചു കൊന്നു. അതിൽ അറസ്റ്റിലാവുകയും സസ്പെൻഷനിലാവുകയും ചെയ്ത പോലീസുകാരുണ്ട്. അവരെ സർക്കാർ തിരിച്ചെടുക്കുകയാണ് ഇത് സർവീസിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ വിഷയത്തിലാണ് ഈ പോലീസിന്റെ മനോവീര്യത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നമ്മളെങ്ങനെ വിശ്വസിക്കും സർക്കാരിനെ? അല്ല, അത് ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആൾ മാറി, പിന്നെ പോലീസ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു കൊന്നു. അത് കോടതിയുടെ വിധിയുണ്ട്. അത് അജിംസ് ശ്രദ്ധിച്ചു വേണമായിരിക്കും. ഒരു കോടതി വിധി അതിലംഘിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ കൃത്യമായ കണക്കുകൾ അന്നത്തെ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന S. ശ്രീജിത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരമാണ് അവർ തിരിച്ചെടുത്തത്. പോലീസിന്റെ അട്രോസിറ്റിയെ കുറിച്ച് പോലീസ് തന്നെ അന്വേഷിക്കുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. അല്ല അജിംസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 122 ഉദ്യോഗസ്ഥന്മാരെ DYSPമാർ സഹിതം സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു ഈ ഗവൺമെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെയും ആണ് സർക്കാർ ഇവരെ പിരിച്ചുവിട്ടത്. ആ ആർജവം കാണിച്ചൊരു ഗവൺമെന്റിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇത്രയ്ക്ക് അച്ചടക്ക നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ചരിത്രം കേരളത്തിന് ചരിത്രത്തിലില്ല. 21 മനുഷ്യരെ 2011 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് ലോക്കപ്പ് മർദ്ദനത്തിൽ കൊന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു പാവം ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു. ഒരു കോൺസ്റ്റബിളിൻ്റെ പേരിൽ പോലും ആ കാലത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ഗവൺമെൻറ് അതല്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള അട്രോസിറ്റികളും വീഴ്ചകളും സ്വാഭാവികമാണ്. 100% പെർഫെക്റ്റ് ആയ ഒരു സംവിധാനം ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാകാൻ സാധിക്കില്ല. പിന്നെ ജോർജ് ലോയിഡിൻ്റെ കഥ അറിയാമല്ലോ. അമേരിക്കയിലെ ജോർജ് ലോയിഡ് എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരപരാധിയായ ആ സെക്യൂരിറ്റി ജീവനക്കാരനെ കാൽമുട്ട് കൊണ്ട് അമർത്തി കൊല ചെയ്തത് അമേരിക്ക പോലുള്ള പരിഷ്കൃത രാജ്യത്താണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്. ഇതെവിടെ സംഭവിക്കുക? അതിനെതിരെയുള്ള നടപടി എന്താണ് ഗവൺമെൻറ് എടുക്കണേ? അതാണ് നമ്മൾ നോക്കുന്നത്. താരതമ്യേന പിന്നെ നമ്മുടെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരിൽ 96% ഉദ്യോഗസ്ഥന്മാരും മനുഷ്യസ്നേഹികളാണ്, നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ വിമർശിച്ചോളൂ, പക്ഷേ അവരുടെ മൊറലിനെ തകർക്കത്ത രീതിയിൽ അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കരുതെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ ദേശീയ തലത്തിൽ അതുണ്ട്. കാരണം ഈ സേനയില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല മനസ്സമാനത്തോടുകൂടി. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കർശനമായ നടപടിയിലേക്ക് സർക്കാർ കടക്കും. നിങ്ങളതിന് സാവകാശം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹോപ്പ് ദി ബെസ്റ്റ്. പിന്നെ കോടതിന് മുമ്പിലാണ് ഈ വിഷയം ഇരിക്കുന്നത്. കോടതി അത് കർശനമായ രീതിയിൽ ഇതിനെ നേരിട്ടിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ കോടതിയിലൂടെ തന്നെ ചെറുപ്പക്കാരനെ വിവരാവകാശത്തിലൂടെ ഈ വിഷ്വൽസ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയല്ലേ മാധ്യമങ്ങൾക്ക് ഇത് കിട്ടണേ? അതുകൊണ്ട് ഒരു കാര്യം അടിയുറച്ച് പറയാം. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് പഞ്ച് ഡയലോഗൊക്കെ പ്രതിപക്ഷ നേതാവ് അടിച്ച് ഇങ്ങനെ വലിയ ആളായി ഞങ്ങൾ പോലീസിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു ഉത്തരവാദിത്തമില്ലായ്മ എന്ന് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. അതിന് വേറൊരു പറയാം. പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ട വസ്തുത, പ്രതിപക്ഷ നേതാവ് ഞാൻ ആ കണക്കെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ഭരിച്ചിരുന്ന കേരളത്തിലെ കഴിഞ്ഞ 70-75 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചിരിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാൻ പറ്റും. ഒരു പരമ്പര തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. പരിഷ്കൃത കേരളത്തിന് അപമാനം ഉദയകുമാറിനെ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊന്നത്, ആ ഉരുട്ടിക്കൊന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും പറയുമ്പോൾ ഭയാനകമാണ്. എന്ത് നടപടി സ്വീകരിച്ച സർക്കാർ? ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടോ? അതേസമയം ഈ സർക്കാരിനകത്ത് നെടുങ്കണ്ടത്ത് ഒരു ലോക്കപ്പ് ഭരണം ഒന്ന് പൂർത്തിരിച്ചോടെ ലോക്കപ്പ് ഭരണം ഉണ്ടായി. ആ ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വിധി വന്ന ഉടനെ തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർവീസിനകത്തില്ല. അങ്ങനെ ഒരു ഗവൺമെന്റിനെ അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എല്ലാവരും പൗരബോധമുള്ളവരും ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി വിമർശിക്കാനുള്ള തൻ്റെ ഇടമുള്ളവരാണ്. അങ്ങനെ ഒരു വിമർശനം ഏറ്റുവാങ്ങുന്നതിൽ ഈ ഗവൺമെൻറ് ഒരു മടിയില്ല വിമർശിക്കുന്നവർ. അല്ല, വിമർശിക്കുന്നവരെ മുഴുവനും കാടടച്ച് വിമർശിക്കുകയോ അവരെ തെറ്റുകാരാന്ന് ചിത്രീകരിക്കുകയൊന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ താല്പര്യം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.